നമസ്കാരം. നമുക്ക് മോണിറ്റൈസേഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളുടെ പ്രൊഫൈലിനെ പ്രൊഫഷണൽ മോഡിലാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ പേജുകാർക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. അവർക്ക് അന്നേരം തന്നെ അതിൽ ബാക്കിയുള്ള അതിൻ്റെ ടൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം പ്രൊഫഷണൽ മോഡിലേക്കാണ് നമ്മൾ ആദ്യം സാധാരണ പ്രൊഫൈലിനെ മാറ്റേണ്ടത്. അപ്പോൾ സാധാരണ പ്രൊഫൈലിനെ പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ പ്രൊഫൈലിൻ്റെ തൊട്ട് താഴെ ഒരു 3 ഡോട്ട്സ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഓൺ ആക്കേണ്ടത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ അതാകും. അതിന് ശേഷം എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അവർ തരുന്ന ഈ ആദ്യത്തെ പ്രൊഫഷണൽ മോഡിൽ തന്നെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് പേജിലേക്ക് പോകും. നെക്സ്റ്റ് പേജിൽ 1-2 കാര്യങ്ങളുണ്ടാവും. ഒന്നുകിൽ പറയുന്നത് നിങ്ങൾ 2 കമൻറ്റിന് റിപ്ലൈ കൊടുക്കാനായിരിക്കും, അല്ലെങ്കിൽ ക്രിയേറ്റർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പം അത് നമ്മൾ ചെയ്യണം. അതായത് നമ്മൾ ഈ കമൻസിന് റിപ്ലൈ കൊടുക്കുക, പിന്നെ ക്രിയേറ്റർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് അടിച്ച് നമ്മൾ കണ്ടങ്ങ് പോയാൽ മതി. അവർ നമുക്ക് പോസ്റ്റ് ഇടുന്നതിനെ പറ്റിയും പ്രൊഫഷണൽ മോഡിനെ പറ്റിയും ഒക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുമായിരിക്കും. പിന്നെ ചിലപ്പം 1-2 പോസ്റ്റ് ഇടാനോ അങ്ങനെയൊക്കെ വരാം. അപ്പം നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് വീക്കിലി ചലഞ്ചസ് ചെയ്തു പോകുക എന്നുള്ളതാണ്. ചിലപ്പോൾ 2 പോസ്റ്റ് അല്ലെ ഒരു റീല്, അതിലെന്നുണ്ടെങ്കിൽ സ്റ്റാർ വരും. സ്റ്റാറിൻ്റെ ചലഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റാർ എന്ന് പറയുന്ന സാധനം നമ്മൾക്ക് എങ്ങനെയാണ് കിട്ടുക എന്ന് വെച്ചാൽ ഫസ്റ്റായിട്ട് കിട്ടുന്ന സ്റ്റാറാണ്. അപ്പം അത് നമ്മൾ വീക്കിലി ചലഞ്ചസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു സ്റ്റാർ കിട്ടും. സ്റ്റാർ കിട്ടുമ്പോൾ അവർ പറയുന്നത് നിങ്ങളുടെ ഒരു പോസ്റ്റിൽ 2 പോസ്റ്റിൽ സ്റ്റാർ വേണമെന്നാണ്. അപ്പോൾ സാധാരണ എഴുതുന്ന പോസ്റ്റിനൊന്നും ആദ്യം കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ചെറിയ വീഡിയോ ക്ലിപ്പ് എടുത്തിട്ട് അതിന് മേലെ നമ്മൾ എഴുതി പോസ്റ്റ് ചെയ്യാം, അതിന് കിട്ടും. പിന്നെ റീൽസിന് കിട്ടും. ഈ 2 സാധനങ്ങൾക്കാണ് സ്റ്റാർ കിട്ടുന്നത്. അപ്പോൾ സ്റ്റാർ കിട്ടുമ്പോൾ നമുക്ക് ഈ സ്റ്റാറേ സബ്സ്ക്രിപ്ഷനൊക്കെ ആദ്യം എല്ലാവർക്കും കിട്ടും. പാർട്ട്ണർഷിപ്പ് ആഡ് അതും കിട്ടും. എന്ന് വെച്ചാൽ ഇത് 3 എണ്ണമാണ് ഈസി ആയിട്ട് കിട്ടുന്നത്. ബാക്കിയൊക്കെ ഇത്തിരി ലേറ്റായി കിട്ടുള്ളൂ. അപ്പം ഈ സ്റ്റാർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സ്റ്റാർ ആരും തരണമെന്നൊന്നുമില്ല. മീൻസ് ഇത് നമുക്ക് വലിയ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനാണ് അവർ ലൈവൊക്കെ പോകുമ്പോൾ ഓരോരുത്തർ അവരുടെ ആ കണ്ടൻറ് ഇഷ്ടപ്പെട്ട് കൊടുക്കുന്നത്. പക്ഷെ നമുക്ക് ഈ സ്റ്റാർ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തരുന്ന ചലഞ്ചസ് ചെയ്യുന്നതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്ലസ് പോയിൻ്റ് അവർ തന്നിരിക്കും. എന്നുവെച്ചാൽ ഈ ബോണസിലൊക്കെ അത് ചിലപ്പോൾ വന്നിരിക്കും. പിന്നെ മാത്രമല്ല സ്റ്റാർ എന്ന് പറയുന്നൊരു കാര്യം നമുക്ക് ട്രോഫി അങ്ങനെ പോലുള്ള കാര്യങ്ങൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ ആദ്യം ആ 3 പോസ്റ്റിലൊക്കെ സ്റ്റാറുള്ള കാര്യങ്ങളൊക്കെ 1-2 പ്രാവശ്യം ചെയ്തു പോകുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ആഴ്ചയിൽ അതങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് നല്ലതാണ്. പിന്നെയും മറ്റേ അഡ്വാൻസ്ഡ് ചലഞ്ചിൽ 100 സ്റ്റാർസാണ് വരുന്നത്. ഈ 100 സ്റ്റാറൊക്കെ ചിലപ്പോൾ എല്ലാ ആഴ്ചയും നമ്മളെ കൊണ്ട് പറ്റിയെന്ന് വരില്ല. അതപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ ചെയ്ത് നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ മീൻസ് ആൾക്കാർക്ക് കാണേണ്ടതുണ്ടെങ്കിൽ അവർ 89 രൂപ തന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിനകത്ത് അവർക്ക് വേണ്ടി പ്രത്യേകം വീഡിയോസോ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ പ്രത്യേകമായിട്ട് ഇപ്പോൾ അവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണമെങ്കിൽ ഈ സബ്സ്ക്രിപ്ഷൻ ചലഞ്ച് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്തുവാണ് സ്പെഷ്യലായിട്ട് കൊടുക്കാൻ പറ്റുന്നത്